അൻവർ ഇച്ഛിച്ചതും പിണറായി കൽപ്പിച്ചതും ഒന്നായി പോയി എന്നാണ് ചരിത്രം. LDF വിട്ട PV അൻവർ MLAക്ക് അസാധാരണ മൈലേജാണ് അറസ്റ്റിലൂടെ ലഭിച്ചത്. കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി പോകുമായിരുന്ന അവസ്ഥയിൽ നിന്നും നേതാവിന്റെ പരിവേഷമാണ് അറസ്റ്റിലൂടെ അൻവറിന് കൈവന്നത്. കോടതിയുടെ ഇടപെടൽ കാരണം സർക്കാരിന്റെ ഗൂഢലക്ഷ്യം നടന്നില്ല. അറസ്റ്റ് ചെയ്തതിനെ മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദിയെന്നും MLA പറഞ്ഞു. പിണറായിസം അവസാനിപ്പിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. UDFുമായും അതിനായി സഹകരിക്കുന്ന ജനാധിപത്യ മതേതരത്വ ശക്തികളുമായും യോജിച്ചുള്ള പോരാട്ടത്തിൽ അതിന്റെ പോരാളിയായി താൻ ഒപ്പമുണ്ടാകും. ഈ അറസ്റ്റ് കൊണ്ട് പിണറായിക്ക് എന്താണ് നേടാനായത്? ഞാൻ സന്തോഷവാനാണ്. പിണറായിയുടെ നന്ദിയുമുണ്ട്. കാരണം ഈ വിഷയം ഇത്രയും കത്തിജ്വലിച്ചത് അതുകൊണ്ടാണ് എന്നായിരുന്നു ജയിലിൽ നിന്നിറങ്ങിയ അൻവർ പ്രതികരിച്ചത്. അതേസമയം PV അൻവറിനെ UDFിൽ എടുക്കുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. ചർച്ച മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിനെ അറസ്റ്റ് ചെയ്തത് ശുദ്ധ അസംബന്ധവും കാടത്തവുമാണ്. അൻവർ ഉന്നയിച്ചത് സത്യസന്ധമായ വിഷയമാണ്. അതിനെ ഈ വിധത്തിലാണോ നേരിടേണ്ടത്? ഭരിക്കുന്നത് കാടന്മാരാണ് എന്നും സുധാകരൻ പറഞ്ഞു. ഇന്നലെ രാത്രി 8:30-നാണ് PV അൻവർ ജയിൽ മോചിതനായത്. ഞായറാഴ്ച രാത്രി 9:38-നാണ് അൻവറിനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. തവനൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലായിരുന്നു. അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു. 50,000 രൂപയുടെ ആൾജാമ്യത്തിലും പൊതുമുതൽ നശിപ്പിച്ചതിന് 35,000 രൂപ കെട്ടിവെക്കണമെന്ന ഉപാധിയിലുമാണ് ജാമ്യം. എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവണം. തെളിവുകൾ നശിപ്പിക്കാനോ അന്വേഷണത്തെ സ്വാധീനിക്കാനോ ശ്രമിക്കരുത്. സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുതെന്നും നിർദ്ദേശമുണ്ട്.